വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസം ഓരോരുത്തർ ചില കാര്യങ്ങൾ ചോദിക്കും. ഇപ്പോൾ ഈ പാട്രിയോട്ടിൻ്റെ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് സംശയം, അതിൽ അടിയുണ്ടോ, ഇടിയുണ്ടോ, ഡാൻസ് ഉണ്ടോ? ശരിക്കും മമ്മൂട്ടിയാണോ മോഹൻലാലാണോ നന്നായിട്ട് നൃത്തം ചെയ്യുക? ഞാൻ പറഞ്ഞു രണ്ടുപേരും നൃത്തം ചെയ്യും. പക്ഷെ നിങ്ങളത് കമലഹാസൻ്റെ പേര് പറയാത്തത്? ഈ സിനിമയുടെ കാര്യം എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാവുന്നത്, മമ്മൂട്ടിക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ അറിയാം. അദ്ദേഹത്തിൻ്റെ കാലിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് വിശ്വംഭരൻ്റെ സ്ഫോടനം സിനിമയിൽ വെച്ചുകൊണ്ടൊരു പരിക്കാണത്. അത് പലർക്കും അറിയില്ല. അതിൻ്റെ ഒരു കുറവേ മമ്മൂട്ടിക്കുള്ളൂ. എന്നാൽ നിങ്ങൾ ഈ പറയുന്ന വേറൊരു കാര്യമുണ്ട്. മമ്മൂട്ടി ഈ വെനീസിലെ വ്യാപാരി എന്നുള്ളൊരു സിനിമയുണ്ട്, അതിൽ നന്നായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ എന്നുള്ളത് ആ പാട്ട് അങ്ങാടിയിലത്തെ സിനിമയിൽ, അങ്ങാടിയിൽ ശരിക്കും ജയനും സീമയും തമ്മിൽ അഭിനയിച്ചൊരു പാട്ട് സീനുണ്ട്. കണ്ണും കണ്ണും തമ്മിൽ എന്നുള്ള പാട്ടുകൾ ഇപ്പോൾ നമ്മൾ വളരെ ഹിറ്റാണത്. ഈ സിനിമയിൽ അത് വന്നപ്പോൾ പലരും പറഞ്ഞു ആ ഒരു പാട്ട് കിട്ടിയാൽ കൊള്ളാം. ഇത് മമ്മൂട്ടിയും പൂനം ബജ്വയാണത് തമ്മിലാകുമ്പോൾ ഏറ്റവും പുതിയ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പാട്ട് എങ്ങനെ കിട്ടും? അത് പ്രൊഡ്യൂസ് ചെയ്ത് പി വി ഗംഗാധരനാണ്, സംവിധാനം ചെയ്ത് ഐ.വി. ശശിയാണ്, തിരക്കഥ എഴുതി ദാമോദരൻ മാഷാണ്, സീമയും ജയനുമാണ് അഭിനയിച്ചിട്ടുള്ളത്. അവരെ പോയി കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. അവർ സന്തോഷത്തോടെ ആ പാട്ട് കൊടുത്തു. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു ഈ പാട്ട് നമുക്ക് ഊട്ടിയിൽ വെച്ചെടുക്കാം, ഊട്ടിയിലാകുമ്പോൾ അതിൻ്റെ പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഷാഫിയാണത് എഴുതി സംവിധാനം ചെയ്യുന്നത്. കാര്യം എത്രയായാലും ശരി, ജയനും സീമയും സൂപ്പർ ഹിറ്റാക്കിയൊരു പാട്ട് സംഘനാണത്. എവിടെ ചെയ്താലും അവരൊക്കെ ഒപ്പം എത്താൻ പറ്റില്ല. അത് സംശയമുള്ള കാര്യം. ഒന്ന് രണ്ട് പേര് പറഞ്ഞു കേട്ടോ. മമ്മൂട്ടിക്ക് ആകെ ഒരു ചങ്കെടുപ്പ് തുടങ്ങി. കാരണം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഒരു പുതിയ സിനിമയാണ്, പുതിയ ഡാൻസ് ആണെങ്കിലും മമ്മൂട്ടിക്ക് ഒരു പതർച്ച ഉണ്ടാവില്ല. ആ പതർച്ച ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലൊക്കേഷൻ ഊട്ടിയിലാക്കിയത്. ഊട്ടിയുടെ ലൊക്കേഷൻ വളരെ മനോഹരമായിട്ട് ചിത്രീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അവർ ഊട്ടിയിൽ തന്നെ ചിത്രീകരിച്ചു. എത്ര ചിത്രീകരിച്ചാലും പൂനം ബജ്വയെ നിർദ്ദേശിച്ചതും ഇവിടെ നായികയാക്കിയതും മമ്മൂട്ടി തന്നെയാണ്. അപ്പോൾ പൂനം ബജ്വ മലയാള സിനിമയിൽ ഒരു പുതിയ ആളല്ലേ. അപ്പോൾ ആ ഫ്രഷ്നസ്സും ഉണ്ട്. അങ്ങനെ പാട്ടെല്ലാം എടുക്കുമ്പോൾ മമ്മൂട്ടിയുടെ മനസ്സിലിങ്ങനെ ജയനും സീമയുമായിരുന്നു. അത് ഷാഫിക്ക് മനസ്സിലായി. ഷാഫി പറഞ്ഞു മമ്മൂക്ക ആ പഴയത് ആലോചിക്കണ്ട, പഴയ സിനിമയല്ല ഇത്, പഴയ പാട്ടുമല്ല, ഇത് പുതിയ സിനിമയാണ്, പുതിയ പാട്ടാണത്. അതായത് അങ്ങാടിയിലെ ജയനെക്കുറിച്ചോ അങ്ങാടിയിലെ സീമയെക്കുറിച്ചോ നിങ്ങൾ ചിന്തിക്കരുത്. വെനീസിലെ മമ്മൂട്ടിയെക്കുറിച്ച് ചിന്തിച്ചു, മമ്മൂട്ടിയുടെ വെനീസിലെ ക്യാരക്ടറെ കുറിച്ച് ചിന്തിച്ചു. വെനീസിലെ മമ്മൂട്ടിയും പൂനം ബജ്വയും അത് മാത്രം ചിന്തിച്ചാൽ മതി. ഷൂട്ടിംഗ് കഴിഞ്ഞു, അതിമനോഹരമായിട്ട് മമ്മൂട്ടി ഡാൻസ് ചെയ്തു. പക്ഷെ പലരും പറഞ്ഞപ്പോൾ സൂപ്പറായിട്ടുണ്ട്, സൂപ്പർ, ഇത് ജയനേക്കാൾ സൂപ്പറായിരിക്കുന്നു, സീമയേക്കാൾ സൂപ്പറായി പൂനം ബജ്വ ഡാൻസ് ചെയ്തിരിക്കുന്നു. അത് കേട്ട് മമ്മൂട്ടി പറഞ്ഞു ഡാ അത്രയ്ക്കെങ്കിലും സൂചിപ്പിക്കണ്ട, എൻ്റെ പരിമിതി എനിക്കറിയാം, പൂനം ബജ്വയുടെ പരിമിതി പൂനത്തിനറിയാം. പക്ഷേ അങ്ങാടി കണ്ടവരുണ്ട്, അതിൽ ജയൻ്റെയും സീമയുടെയും ഈ ഡാൻസ് ഈ പാട്ട് കണ്ടവരുണ്ട്. അവരൊന്നും മണ്ടന്മാരല്ല, നമുക്കത് മറക്കാം. നേരത്തെ ഷാഫി പറഞ്ഞ പോലെ ഇത് വെനീസ് എന്നുള്ള സിനിമയാണ്, വെനീസിലെ വ്യാപാരി എന്നുള്ള സിനിമയാണ്. അതിലെ നായകനാണ് മമ്മൂട്ടി, അതിലെ നായികയാണ് പൂനം ബജ്വ. അവരാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. അത് വെച്ചുകൊണ്ട് ഈ സിനിമയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാണ്ട്. എൻ്റെ മൈനസ് പോയിന്റും എനിക്കറിയാം, ഞാൻ നല്ല ഡാൻസർ അല്ല, എന്നാലും ഒപ്പിച്ചു കൊണ്ടുപോകാം. പക്ഷെ മമ്മൂട്ടിയുടെ ആ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായമുണ്ടല്ലോ, അതുതന്നെയാണ് മമ്മൂട്ടി. പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയും. ഇത് താൻ നന്നായി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കഴിവിനെ കുറച്ച് കാണിക്കാൻ പറ്റില്ല. വെനീസിലെ വ്യാപാരി ഈ പാട്ട് എത്ര നന്നായി എന്ന് പറയുമ്പോഴും ഇവിടെ ജയനെക്കുറിച്ചും സീമയെക്കുറിച്ചും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെ മറന്നു പോകുമ്പോഴാണ് ഇവിടെ ക്യാരക്ടർ ഇല്ലാതാവുന്നത്. മമ്മൂട്ടിക്ക് എന്തെല്ലാം മൈനസ് പോയിന്റുകൾ പറഞ്ഞാലും ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ കളഞ്ഞു കുളിക്കാൻ മമ്മൂട്ടി തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങേരി എന്തെല്ലാം ദോഷം ചെയ്താലും അങ്ങേരെ ഇഷ്ടപ്പെടുന്നത്.